മണി മാജിക്കിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസികളും അതിലെ നിക്ഷേപങ്ങളും ഇന്ന് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഒരു ബിറ്റ്കോയിന് 92 ലക്ഷം രൂപ എന്ന ഞെട്ടിക്കുന്ന വില പലരെയും ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 1.5 കോടിയിലധികം ആളുകൾ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി? ഇത് ഇന്ത്യയിൽ നിയമപരമാണോ? ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ സുരക്ഷിതമാണോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശദമായി പരിശോധിക്കാം. എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയതും വികേന്ദ്രീകൃതവുമായ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അതായത് ഇതിനൊരു കേന്ദ്ര ബാങ്കിൻ്റെയോ സർക്കാരിൻ്റെയോ നിയന്ത്രണമില്ല. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാനം. ഇത് സുതാര്യവും സുരക്ഷിതവുമായ ഒരു ലെഡ്ജർ ആയി പ്രവർത്തിക്കുന്നു. ഓരോ ഇടപാടും ബ്ലോക്ക് ചെയിനിൽ രേഖപ്പെടുത്തുകയും അത് മാറ്റാൻ സാധിക്കാത്ത വിധം എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിപ്പുകൾ എന്നിവ ഒരു പരിധി വരെ തടയുന്നു. ബിറ്റ്കോയിൻ ആണ് ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രചാരമുള്ളതുമായ ക്രിപ്റ്റോ കറൻസി. 2009 സതോഷി നകമോട്ടോ എന്ന അജ്ഞാത വ്യക്തിയോ ഗ്രൂപ്പോ ആണ് ഇത് പുറത്തിറക്കിയത്. ഇന്ന് ആയിരക്കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ ലഭ്യമാണ്. അവയെല്ലാം ഓൾട്ട് കോയിനുകൾ എന്നറിയപ്പെടുന്നു. എഥേറിയം, റിപ്പിൾ, ലൈറ്റ് കോയിൻ, കാർഡാനോ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി നിയമവിധേയമാണോ? ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു വ്യക്തമായ നിയമനിർമ്മാണം ഇതുവരെയും വന്നിട്ടില്ല. എങ്കിലും ഇത് പൂർണ്ണമായും നിരോധിച്ചിട്ടുമില്ല. ഇന്ത്യൻ സർക്കാർ ഒരു ക്രിപ്റ്റോ കറൻസി ബില്ല് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഈ ബിൽ ക്രിപ്റ്റോ കറൻസികളെ നിയന്ത്രിക്കാനും നികുതി ചുമത്താനും ലക്ഷ്യമിടുന്നു. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസികളെ ഒരു നിയമപരമായ കറൻസിയായി അംഗീകരിക്കുന്നില്ല. കൂടാതെ ഇതിലെ നിക്ഷേപങ്ങൾ വലിയ റിസ്ക് ഉള്ളതാണെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 2022-23 ബഡ്ജറ്റിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് 30% നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഓരോ ഇടപാടിനും 1% TDS ബാധകമാണ്. ഇത് ക്രിപ്റ്റോ നിക്ഷേപങ്ങൾക്ക് ഒരുതരം നിയമപരമായ അംഗീകാരം നൽകുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു പൂർണ്ണമായ നിയമ ചട്ടക്കൂട്ടില്ലാത്തത് കൊണ്ട് നിക്ഷേപകർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ക്രിപ്റ്റോ കറൻസികൾ വിശ്വസനീയമാണോ? ക്രിപ്റ്റോ കറൻസികൾ വളരെ അസ്ഥിരമായ ഒരു ആസ്തിയാണ്. അതായത് ഇവയുടെ വില വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം കൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ബിറ്റ്കോയിൻ, എഥേറിയം തുടങ്ങിയ പ്രധാന ക്രിപ്റ്റോ കറൻസികൾക്ക് വലിയ വിപണി മൂല്യമുണ്ടെങ്കിലും അവയുടെ വില പലപ്പോഴും വിപണിയിലെ ഡിമാൻഡ്, സപ്ലൈ, സാമ്പത്തിക സാഹചര്യങ്ങൾ, റെഗുലേറ്ററി വാർത്തകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങൾക്ക് സാധാരണയായി സെൻട്രൽ ബാങ്കിന്റെയോ സർക്കാരിന്റെയോ ഗ്യാരണ്ടി ഇല്ലാത്തതിനാൽ നിക്ഷേപം നഷ്ടപ്പെട്ടാൽ ആരും ഉത്തരവാദിയായിരിക്കും. ഹാക്കിംഗ്, തട്ടിപ്പുകൾ എന്നിവയും ഈ രംഗത്ത് സംഭവിക്കാറുണ്ട്. അതിനാൽ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിക്ഷേപിക്കുക. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നിരവധി ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇന്ന് ലഭ്യമാണ്. ബൈനാൻസ്, കോയിൻബേസ്, വാസർ എക്സ്, കോയിൻ DCX എന്നിവ ലോകമെമ്പാടും ഇന്ത്യയിലും പ്രചാരമുള്ള ചില പ്ലാറ്റ്ഫോമുകളാണ്. ഈ എക്സ്ചേഞ്ചുകൾ വഴി ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഇനി നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഗവേഷണം നടത്തുക. ഏത് ക്രിപ്റ്റോ കറൻസിയിലാണോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഉപയോഗം, ടീം എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കുക. രണ്ടാമത്തേത് വിശ്വസനീയമായ എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കുക. സുരക്ഷിതത്വത്തിനും നല്ല സേവനങ്ങൾക്കും പേരുകേട്ട ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഗവൺമെന്റ് റെഗുലേറ്റഡ് അല്ലാത്തവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വികസിത രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള എക്സ്ചേഞ്ചുകളിലും നിക്ഷേപിക്കാവുന്നതാണ്. ചെറിയ തുകയിൽ തുടങ്ങുക. ക്രിപ്റ്റോ മാർക്കറ്റിന്റെ അസ്ഥിര സ്വഭാവം കാരണം തുടക്കത്തിൽ ചെറിയ തുക മാത്രം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അടുത്തത് വൈവിധ്യവൽക്കരണം, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങളുടെ എല്ലാ നിക്ഷേപങ്ങളും ഒരു ക്രിപ്റ്റോ കറൻസിയിൽ മാത്രം ഒതുക്കാതെ വിവിധ ക്രിപ്റ്റോ കറൻസികളിലും മറ്റ് ആസ്തികളിലും നിക്ഷേപിച്ച് റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. സുരക്ഷ. നിങ്ങളുടെ ക്രിപ്റ്റോ അക്കൗണ്ടുകൾക്ക് ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. 2 ഫാക്ടർ ഒതന്റിക്കേഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ട് സുരക്ഷിതമാക്കുക. ക്രിപ്റ്റോ കറൻസികൾക്ക് വലിയ ലാഭസാധ്യതയുണ്ടെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസ്കുകൾ മനസ്സിലാക്കി വേണം ഓരോ നിക്ഷേപനും മുന്നോട്ട് പോകാൻ. ഭാവിയിൽ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ക്രിപ്റ്റോ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.